സാറിനുണ്ടായിരിക്കുന്ന ഏറ്റവും സ്കേറിയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് മിക്കവാറും ഈ ഹോണ്ടഡ് ഹൗസുകളിൽ സാറ് പോയപ്പോഴായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുന്നത്. ഈ ഹോണ്ടഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേതബാധയുള്ള വീടുകൾ എന്ന് നമ്മൾ പറയും. പല ആൾക്കാർക്കും പല വിശ്വാസമാണ്. ചില ആൾക്കാർ അഗാധമായിട്ട് വിശ്വസിക്കും, ചില ആൾക്കാർ പറയും ഇത് വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയം കൊണ്ട് വരുന്നതായിരിക്കും, അവിടെ പ്രേതമൊന്നുമില്ല, വാസ്തു മറ്റതും നമുക്ക് ശരിയാക്കി കഴിഞ്ഞാൽ ഈ വീട് ശരിയാകും എന്ന് പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി എൻ്റെ വീടുകളിൽ ചില വീടുകളിൽ താമസിക്കുമ്പോൾ എനിക്ക് ഹോണ്ടഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചില വീടുകളിൽ നിന്ന് എനിക്ക് ഉണ്ടാകാറുണ്ട്. ആ വീടുകളിൽ ഞാൻ ആ എക്സ്പീരിയൻസ് എന്തായിരിക്കും ഈ വീടുകളിൽ താമസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, ചില വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ 2-3 വാടക വീട് എക്സ്ചേഞ്ച് ചെയ്ത് താമസിച്ച ഒരാളാണ്. ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നു, ക്യാഷിനൊന്നും പ്രശ്നമില്ല, വളരെ ഈസി ആയിട്ട് വരുന്നു, ജോബിൽ യാതൊരുവിധ പ്രശ്നമില്ല, വളരെ സ്മൂത്തായിട്ട് പോകുന്നു. അതായത് ജോലി ചെയ്യാതെ ഇരുന്നാലും ക്യാഷ് വരുന്നുണ്ട്, അങ്ങനത്തെ. പക്ഷേ അടുത്ത വീട്ടിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് തലകീഴായിട്ട് ഇത് മറിഞ്ഞു. അത് ചില ആൾക്കാർ പറയുന്നത് വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെന്ന് ചില ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നു. ബേസിക്കലി ഞാൻ ഇതിൽ ആ സമയത്ത് ബിലീവ് ചെയ്തിരുന്നില്ല. പിന്നെ ഞാൻ വീട് മൊത്തത്തിലൊന്ന് അരിച്ചു പിറക്കിയപ്പോൾ 2-3 ഡെഡ് ബോഡീസിൻ്റെ ഫോട്ടോ കിട്ടി. അതായത് ആ വീട്ടിൽ കുറച്ച് ആൾക്കാരുടെ മരണം ഉണ്ടായിട്ടുണ്ട്, അവരുടെ ഫോട്ടോസ് ആ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് തട്ടും പുറത്തുനിന്നാണ് കിട്ടിയത്. ആ വീട്ടിൻ്റെ അവർ ഈ വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഓണർമാരെ നിർത്തി തട്ടും പുറത്തിട്ടു, അങ്ങനെയാണ്. പിന്നെ ഞാൻ വീട് ചേഞ്ച് ചെയ്ത് കളഞ്ഞു, പിന്നെ പുതിയൊരു വീട് എടുക്കുക ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഹോണ്ടഡ് ആയിട്ടുള്ള ഹൗസുകൾ ആൾക്കാർ വിളിച്ച് പറയുമല്ലോ, സാർ എൻ്റെ വീട് ഹോണ്ടഡ് ആണ്. അങ്ങനെ ഹോണ്ടഡ് ആയിട്ടുള്ള ഹൗസുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഹോണ്ടഡ് ആണെന്ന്? എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹോണ്ടഡ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സാർ? ഈ താങ്കൾ പറഞ്ഞ എക്സാമ്പിൾ ഒരു ഹോണ്ടഡ് എന്ന് ഉള്ള കാറ്റഗറിയിൽ വരുന്നില്ല. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നമ്മൾ നല്ല റിസൾട്ടുകൾ അട്രാക്റ്റ് ചെയ്തെന്ന് വരാം. അപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത ചുറ്റുപാടുകളിൽ താമസിക്കുമ്പോൾ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് മോശപ്പെട്ട റിസൾട്ട് കിട്ടിയെന്ന് വരാം. അതിന് ഹോണ്ടിങ് എന്ന് പറയാൻ ഒക്കത്തില്ല. ഹോണ്ടിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും രൂപങ്ങൾ കാണുകയോ തട്ടുമുട്ട് ശബ്ദങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് സാധാരണ ഹോണ്ടിങ് എന്ന് പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഹോണ്ടഡ് ഹൗസിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ സാറ് എൻകൗണ്ടർ ചെയ്തത്? ഞാൻ ഒരുപാട് ഹോണ്ടഡ് എന്ന് പറയുന്ന വീടുകളിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, കിടന്നുറങ്ങിയിട്ടുണ്ട്. അല്ല, ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ എന്തെങ്കിലും കാണണമെന്നും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കാണാറില്ല. ഞാൻ രാവിലെ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോരും. ഇത് ഹോണ്ടഡ് ഹൗസിലെ ആൾക്കാർ വിളിക്കുന്നതാണോ സാർ ഒന്ന് വന്ന് എന്താണെന്ന് പരിശോധിക്കുന്നത്? അങ്ങനെയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം, 1-2 പറയാമോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്ത് വളരെ ക്രൗഡഡായിട്ടുള്ള സ്ഥലത്ത് ഒരു വലിയ വീടുണ്ട്. അത് സിനിമാക്കാർ സ്ഥിരം ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന വീടാണ്. അത് ഒരു ഡയറക്ടറാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അവിടെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ. ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഈ പ്രശസ്തരായിട്ടുള്ള നടന്മാർക്ക് ഉൾപ്പെടെ ചെകിട്ടത്ത് അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള ശല്യങ്ങൾ. ചെകിട്ടത്ത് അടി കിട്ടിയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുമ്പോൾ ആരോ വന്ന് ചെകിട്ടത്തടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അത് ഈ ഡയറക്ടർ മുമ്പ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഡയറക്ടർമാരോട് സംസാരിച്ചു. അവരെല്ലാം പറയുന്നത് ഇവിടെ ഇങ്ങനെ പ്രശ്നമാണ്. അപ്പോൾ ഇത് വളരെ രസകരമായ ഒരു കേസാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കേസ് ഈ ബിൽഡിങ്ങിനെ പറ്റി ഒരു അന്വേഷണം നടത്തി. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ ഓണറും അവിടെ വന്നു. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഇത് ഒറിജിനലായിട്ട് വീട് കെട്ടിയ ആൾ ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു. അയാളിങ്ങനെ പണം അയച്ചുകൊണ്ടിരുന്നു. ആ പണം കൊണ്ട് ബന്ധുക്കളാണ് ഈ വീട് പണിത്. അപ്പോൾ ഇയാൾ ഇതിൻ്റെ പാലുകാച്ചിൻ്റെ സമയം അടുപ്പിച്ചപ്പോൾ ഇയാൾ ഹാർട്ട് അറ്റാക്ക് വന്നങ്ങ് മരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഈ വീട്ടിൽ താമസിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ബന്ധുക്കൾ തമ്മിൽ അടിയായി. ഇതിൻ്റെ ഓണർഷിപ്പ് കുറേ വഴക്കുകളും അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരാളുടെ കസ്റ്റഡിയിലാണ് ഈ കെട്ടിടം ഇരിക്കുന്നത്. അപ്പോൾ ഇത് പലരാണ് ഇത് ഓൺ ചെയ്യുന്നത്. ആക്ച്വലായിട്ട് ഇതിൽ മെയിൻ ഓണറാണ് ഞാനുമായിട്ട് സംസാരിക്കുന്നത്.
അപ്പോൾ ഇയാൾ പറഞ്ഞത് ആദ്യം ഇത് ഓരോ ആളുകൾക്ക് വാടകയ്ക്ക് കൊടുത്തു. അവർക്ക് താമസിക്കാൻ വയ്യാതെ പ്രശ്നങ്ങൾ കാരണം പെട്ടെന്ന് മാറിപ്പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് ഷൂട്ടിങ്ങിന് കൊടുക്കാനായിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് തരത്തിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇയാൾ പറയുന്നത് ഈ ഗൾഫിലായ ഇവരുടെ ബന്ധു ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ആണ് ഈ വീട് പണിത്. അതിനു മുമ്പ് ഇവിടെ ചെറിയ വീടൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഈ ഗൾഫുകാരനാണ് ഈ എല്ലാം നെഗോഷിയേറ്റ് ചെയ്തൊക്കെ വാങ്ങിച്ചത്. ഏതായാലും ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് തീരുകയാണ്. കാരണം ഇതിപ്പോൾ ഈ ഷൂട്ട് വാടകയ്ക്ക് കൊടുക്കുന്നതും ചിലപ്പോൾ നിൽക്കും. കാരണം ഇത് ഇങ്ങനെ ഇവിടെ ഇത്തരത്തിലുള്ള ഹോണ്ടഡ് എക്സ്പീരിയൻസുകൾ ഉണ്ടാവുന്നതുകൊണ്ട് ചിലപ്പോൾ നിന്നേക്കാന്ന് പേടിച്ചു. അതെ അതെ അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഇതെല്ലാം ഒന്ന് റീഷഫിൾ ചെയ്യുക. ഫർണിച്ചറൊക്കെ സാധിക്കുമെങ്കിൽ പുതിയത് വാങ്ങിച്ചിടുക, റീപെയിൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ചെടികളൊന്നുമില്ല, ഒരു മരുഭൂമി പോലെയാണ് ഇരിക്കുന്നത്. അതിന് ചുറ്റുപാടൊക്കെ കുറേ ചെടികളൊക്കെ നട്ട് വളർത്തുക. അപ്പോൾ തന്നെ വലിയ മാറ്റം വരും. അയാൾ ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ചെയ്തു. കൃത്യമായിട്ട് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് അയാൾ ഫോൺ ചെയ്ത്, സാറ് പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോവുകയാണ്. അപ്പോൾ പിന്നീട് എന്തായിരുന്നു പിന്നീട് സാറ് പറഞ്ഞ പോലെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ? അപ്പം ഇത് ഒരുപാട് സ്ഥലത്ത് എനിക്ക് അനുഭവമാണ്. കാരണം ഈ മൊത്തം അറ്റ്മോസ്ഫിയർ മാറ്റുമ്പോൾ പിന്നെ പഴയ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതെന്താ അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവാനുള്ള കാരണം? ആത്മാവ് അങ്ങനെ പ്രേതം അങ്ങനെയുള്ള വിഷയങ്ങളാണോ? അത് ആത്മാവും പ്രേതമാണെന്നുള്ളത് പൊതുവെയുള്ള തെറ്റിദ്ധാരണയാണ്. ഈ മനുഷ്യൻ്റെ വൈകാരിക വിക്ഷോഭമാണ് കാരണം. ഒരുപക്ഷെ ആ ഗൾഫിലുള്ള മനുഷ്യൻ ഈ അയാളുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം. അയാൾ ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ കിടന്നപ്പോൾ അയാൾ ഈ വീടിനെ പറ്റി ചിന്തിച്ചിരിക്കാം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാം. അല്ല, ഒരു ശരീരമില്ലാതെ എങ്ങനെയാണ് സാർ അത് ചെയ്യാൻ പറ്റുക? ഇപ്പൊ എനിക്ക് സാറിനെ ആയിട്ട് ഒരു കാര്യം പറയണമെങ്കിലും സാറിന് എന്നെ തല്ലണമെങ്കിലും സാറിന് ഒരു ശരീരം വേണം. ഈ ശരീരമില്ലാത്ത സാധനം എങ്ങനെയാ വന്ന് അടിക്കുന്നത്, അടി ഫീൽ ആവുന്നത് എങ്ങനെയാ? അല്ല, അത് അവിടെ ഒരു സൈക്കിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഇപ്പം ഗൾഫിൽ കിടന്ന ഒരാൾ മരിക്കുന്നു, അപ്പോൾ അയാൾ ഒരു എനർജി റിലീസ് ചെയ്യാൻ, ഇത് എനിക്ക് താമസിക്കാൻ പറ്റാത്ത എൻ്റെ വീട്ടിൽ ഇനി വേറെ ആരും താമസിക്കണ്ടെന്ന് ഒരു കേഴ്സ് ഇടുന്നു എന്ന് വിചാരിക്കും. ഓക്കെ. അത് അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ആ ഒരു ഫോഴ്സ് ഓരോ രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത്. ഒരാൾക്ക് ചെകിട്ടത്തടി കിട്ടിയ പോലെ തോന്നിയെന്ന് വരാം, ഒരാൾ മറിഞ്ഞ് വീഴുകയായിരിക്കും, ആരോ തള്ളിയിട്ടതുപോലെ. അത് നമ്മളും ആ സൈക്കോകൈനറ്റിക് ഫോഴ്സും കൂടെയുള്ള ഇൻട്രാക്ഷനിലാണ് ഈ എഫക്റ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ ഉള്ളൊരു വഴി എന്താ എന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് അനുഭവിക്കാത്ത മനുഷ്യരും കാണുമല്ലോ, അവർക്ക് ആ ഫോഴ്സിനെ ഓവർകം ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണോ അവരത് അനുഭവിക്കാത്തത്? ഈ ദൈവാധീനം കൂടുതലുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ പച്ചയ്ക്ക് ചോദിച്ചത്. ദൈവാധീനം എന്നുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതൊരു സൈക്കിക് ഡിഫെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചില ആളുകൾക്ക് പെട്ടെന്ന് ഇതുമായിട്ട് റിയാക്ട് ചെയ്തെന്ന് വരാം. ഇതിപ്പോൾ സാർ പറഞ്ഞ ഒരു സൊല്യൂഷൻ കൊടുത്തൊരു സാധനം, ഈ ഹോണ്ടഡ് ആയിട്ടുള്ള ഹൗസുകളിൽ സ്റ്റേ ചെയ്ത് സാറിന് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്റ്റേ ചെയ്തിട്ട് സാറിന് ഹോണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സൈക്കിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ സാർ അവിടെ കിടന്നുറങ്ങിയപ്പോൾ സാറിന് കിട്ടിയ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഇപ്പോൾ ഒരു വീട്ടിൽ ഈ ഭയങ്കര പ്രശ്നം ആയിട്ട്, എവിടെയാണ് ആ വീട്? അത് ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ. അതെനിക്ക് വളരെ പരിചയമുള്ള ഒരു ലേഡിയാണ്. ഓക്കെ. അപ്പം അവരുടെ വീടാണ്. ഇപ്പം അവർ ഈ വീട് പണിതു. അത് ശങ്കർ ഡിസൈൻ ചെയ്ത പുതിയ വീടാണ്. അപ്പോൾ അവരവിടെ താമസിക്കാൻ തുടങ്ങി. ഭയങ്കര പ്രശ്നമായിട്ട് അവർ മാറി. എന്താ പ്രശ്നം? പ്രശ്നമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടുക, കാരണമില്ലാതെ പെട്ടെന്ന് തണുപ്പ് അനുഭവം. എങ്ങനെയാണ്? ചൂടത്തും പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടുക.
പിന്നെ സ്റ്റെയർ കേസിൽ കൂടെ ഒരാൾ ഇറങ്ങി വരുമ്പോൾ കൈ പിടിച്ച് ഇറങ്ങുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുമല്ലോ, കൈ നിന്നിറങ്ങുന്നു. ഇതൊരു ക്രീപ്പി സൗണ്ട്. അതെ, ആ സൗണ്ട് കേൾക്കുക. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർ പറഞ്ഞു. അത് ഏറ്റവും ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമുണ്ട്. ഏറ്റവും ഹോണ്ടഡ് ആയിട്ടുള്ള ബെഡ്റൂം? അതെ, അത് അപ്സ്റ്റെയറിലാണ്. അവിടെ ഇവരുടെ മോള് മാത്രമേ കിടക്കുകയുള്ളൂ. മോള് ഭയങ്കര ധൈര്യശാലിയാണ്. മോൾ അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ സൗണ്ടൊന്നും കേട്ടാൽ അതിന് പ്രശ്നമൊന്നുമില്ല. ആ മോൾക്ക് കൈരളി ടി വിയിൽ ജോലി ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ പരിചയമുള്ള കുട്ടിയാണ്. പക്ഷെ ഒരു ദിവസം രാത്രി നോക്കിയപ്പോൾ വെന്റിലേറ്ററിൽ കൂടെ ഒരു രൂപം ഇറങ്ങി വരുന്നു. ഓ മൈ ഗോഡ്! ഒരു കറുത്ത രൂപം അതവർ കണ്ടു. ആയിരിക്കാം, അതിലേക്കാൻ വരുന്നു. അപ്പോൾ ഈ പെണ്ണ് സർവ്വശക്തിയും ഉപയോഗിച്ച് ഭയങ്കര ധൈര്യശാലിയാണല്ലോ. രാത്രി ഞെട്ടി ഉണർന്നപ്പോഴാണ് ഇത് കാണുന്നത്. അതിനോട് ഗെറ്റ് ഔട്ട് പറഞ്ഞു, എൻ്റെ മുറിക്കകത്ത് എന്തിനു കയറിയെന്നും പറഞ്ഞു. അപ്പോൾ രൂപം വന്ന പോലെ അങ്ങ് തിരിച്ചു പോയി. പേടിച്ചായി. അത് നമുക്ക് ഭയം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഒരു പട്ടി നമ്മളെ കടിക്കാൻ വന്നാൽ നമ്മൾ സർവ്വശക്തി എടുത്ത് പറയുമല്ലോ, ബലം പിടിച്ച് പറയുമല്ലോ. അപ്പോൾ ആ രൂപം തിരിച്ചു പോയോ? ആ രൂപം തിരിച്ചു പോയി. പക്ഷേ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനിനി ആ മുറി കിടക്കത്തില്ല. ധൈര്യം ചോർന്നു പോയി. അപ്പോൾ ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള മോള് പോലും കീഴടങ്ങി. സാർ അവിടെ പോയി കിടന്നു. അപ്പോൾ ഇവരെന്നെ വിളിക്കുന്നു. അപ്പോൾ അന്ന് അമാവാസിയും വേറെ എന്തോ ഒരു പ്രേതങ്ങൾ ഇറങ്ങുന്ന ദിവസമൊക്കെയാണ്. സാറ് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണം ഒരു രാത്രി. അപ്പം ഞാൻ ചോദിച്ചു, ഏത് വീടാണ് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടാണ്? അപ്പോൾ പറഞ്ഞ അല്ല, ഞങ്ങൾ വേറൊരു വീട് വെച്ച് മാറി, ഞങ്ങൾ പണിത വീടാണ്. അത് ഞങ്ങൾ മാറിയതിന് ശേഷം പലർക്കും വാടക കൊടുത്തു. ആരും 3 മാസത്തിൽ കൂടുതൽ താമസിക്കത്തില്ല. ഇപ്പം ആദ്യം താമസിച്ചത് മാറിയതിന് ശേഷം ഒരു ചാനലിൻ്റെ ഉടമസ്ഥനും അയാളുടെ ഭാര്യ, അവർക്ക് മക്കളൊന്നുമില്ല. അവർ വന്ന് താമസിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പട്ടിയെ വാങ്ങിച്ചു. അപ്പോൾ ഇവരുടെ അനുവാദം വാങ്ങിച്ച ഒരു പട്ടി കൂടെല്ലാം കിട്ടി. ഈ പട്ടി രാത്രി മുഴുവൻ കുറച്ച് ശല്യം ഉണ്ടാകും. അപ്പോൾ അവർ വേറൊരു പട്ടിയെ കൂടെ വാങ്ങിച്ചു. 2 പട്ടിയായി. പിന്നെ വേറെ കുറേ പട്ടികളെ കൂടെ കൊണ്ടുവന്നു. അപ്പോൾ വീട് മുഴുവൻ പട്ടിയായി. ഈ പട്ടികളെ കൊണ്ടുവന്ന് ഇവരാണോ അതേ ആ പട്ടി കൊതച്ച് ആകർഷിച്ചു വരുത്തിയതാണോ? ഇവർ കൊണ്ടുവരുന്നു. ഇവർ പട്ടികളെ കൊണ്ടുവരുന്നു. അതെന്തിനാ അവരങ്ങനെ ചെയ്തത്? അതിലേക്ക് വരുന്നു. ഓക്കെ. എന്നിട്ട് ഈ പട്ടികളെല്ലാം കൂടെ രാത്രി മുഴുവൻ കൊര. അപ്പോൾ ഇത് നെയ്ബേഴ്സ് എല്ലാം വന്ന് ഇവരോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ വീടിങ്ങനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, അവിടെ മനുഷ്യരെക്കാളും കൂടുതൽ പട്ടികളാണ്, ഞങ്ങൾക്കൊന്നും ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഇവരെങ്ങനെ ഉറങ്ങുന്നതെന്ന്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു, എന്താണിത്, സാധാരണ നിങ്ങൾ ഒരു പട്ടിയെന്നും പറഞ്ഞാണ് കൂടൊക്കെ വെച്ചത്, ഇപ്പം വീട് നിറച്ച് പട്ടി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പട്ടി സ്നേഹികളാണ്, ഞങ്ങൾക്ക് പട്ടികൾ വലിയ ഇഷ്ടമാണ്. പക്ഷേ എന്താ വന്നപ്പോൾ പട്ടികളൊന്നുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ പട്ടികളെ കളയണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മാറണം, കാരണം ഞങ്ങളിവിടെ ഉള്ളവരാണ്, നിങ്ങൾ കാരണം ഇപ്പോൾ നെയ്ബേഴ്സ് എല്ലാം ഞങ്ങളുമായിട്ട് പിണങ്ങുകയാണ്. അങ്ങനെ അവർ പോയി. പിന്നെ അടുത്ത ആളുകൾ വന്നു. അങ്ങനെ ആരും താമസിക്കുന്നില്ല. ഇപ്പോൾ വീട് എത്രയോ നാളായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോഴും? അതെ. ഇപ്പോഴാണോന്ന് അറിഞ്ഞൂടാ. ഓക്കെ. അപ്പോൾ സാറ് ഇവിടെ ഒന്ന് താമസിച്ച് എന്താണ് ഇത് പരിഹാരമെന്ന് പറയണം. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ എന്നെ വീട്ടിലുള്ള എല്ലാവരും വന്നു. അവരെല്ലാവരും ഓരോ മുറിയിലും കൊണ്ടുപോയി അവർക്കുണ്ട അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ശരി. അപ്പോൾ ഏറ്റവും ഹോണ്ടഡ് ആയിട്ടുള്ള മുറിയിൽ എനിക്ക് കിടക്കാനായിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് ഇവരെല്ലാം അങ്ങ് പോയി അവരുടെ വീട്ടിൽ. ഞാൻ പതിവുപോലെ കിടന്നു. എനിക്ക് കൃത്യം 11 മണിയാകുമ്പം ഉറക്കം വരും. സിൻഡ്രല്ലയുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ അങ്ങ് കിടന്നുറങ്ങി. പിന്നെ എനിക്ക് എൻ്റെ മൊബൈലിൽ 11 മണിക്ക് രാവിലെ 4 മണിക്ക് അലാറമുണ്ട്. അലാറം കേട്ടാണ് ഞാൻ ഉണരുന്നത്. അതൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല? അല്ല, അതുവരെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അലാറം കേട്ട് ഉണർന്നു. അപ്പോൾ ഞാൻ വെന്റിലേറ്ററിൽ നോക്കി, കറുത്ത
രൂപം വല്ലതും വരുന്നുണ്ടോ എന്ന് വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ടെറസിലോട്ടുള്ള വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഓ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ടെറസിൽ മനുഷ്യൻ മുട്ടുന്ന വളരെ ക്ലിയറായിട്ട് 3 ടക്ക് 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 എന്ന്. അപ്പോൾ ഞാൻ ഇറങ്ങി സ്റ്റെപ്പ് കയറി. അപ്പോൾ അവിടെ ഡോറ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ തലേ ദിവസം ഇവരെല്ലാം കൂടെ എന്നെ ടെറസിൽ കൊണ്ടുപോയി. രാത്രിയിൽ ഈ ടെറസിൻ്റെ മുകളിൽ ഈ ഹെവി ഫർണിച്ചർ, ഈ മേശയൊക്കെ വലിക്കുന്ന പോലെയുള്ള സൗണ്ട് കേൾക്കും. അതൊക്കെ പറയാനാണ് അവിടെ കൊണ്ടുപോയത്. അപ്പോൾ ഞാനവിടെ വാതിലിൻ്റെ അടുത്ത് തന്നെ സ്റ്റെപ്പിലിരുന്നു. ഇനിയും നോക്ക് കേൾക്കുമോ. അപ്പോൾ ഈ വാതിൽ തുറന്ന് നോക്കണോ നീ ആലോചിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സാധനമുണ്ട്, അത് മനുഷ്യൻ. ഇപ്പോൾ ആരെങ്കിലും നെയ്ബേഴ്സ് ഇങ്ങനെ ഈ കുറഞ്ഞ വിലയ്ക്ക് വീട് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ ചിലപ്പോൾ ശല്യങ്ങളൊക്കെ കാണിക്കും. അപ്പം അവിടെ ആരെങ്കിലും മനുഷ്യന്മാർ നിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുമാണ്. ഇപ്പോൾ വാതിൽ തുറക്കണ്ടാന്ന് തീരുമാനം. ഏതായാലും ഇനി നോക്കിങ് സൗണ്ട് വീണ്ടും കേൾക്കുമെന്ന് നോക്കിയിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് വായിക്കാൻ പുസ്തകമൊന്നുമില്ല. വീണ്ടും കേട്ടെങ്കിൽ സാറ് തുറന്നെ? അത് തീർച്ച പറയാൻ വയ്യ. ഞാൻ ചോദിക്കും ആരാണെന്ന് ചോദിക്കും മിക്കവാറും. ഓക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അതിലും കിടക്കാം എന്നും പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നങ്ങ് കിടന്നു. അപ്പോൾ ഒന്നും ചെയ്യാനല്ലോ തന്നെ ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി. പിന്നെ ഉണരുന്നത് എൻ്റെ ചെവിയുടെ വളരെ അടുത്ത് ഒരു മണിയടി. അത് മണിയടി എന്ന് പറഞ്ഞാൽ ഒറ്റ അടി, ടിങ്. അത് ക്ലിയറായിട്ട് കേട്ടു. അത് കേട്ടാണ് ഞാൻ ഉണരുന്നത്. അപ്പം ഞാൻ ഈ വീട്ടിലാണെന്നുള്ള ബോധമൊന്നുമില്ല, എൻ്റെ വീട്ടിലാണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ആരാ എൻ്റെ ചെവിയുടെ അടുത്ത് കൊണ്ടൊന്ന് ബെല്ലടിക്കുന്നത്. അതും വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ആരുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഉണർന്ന് കണ്ണു തുറന്ന് ഇത് ഇന്ന വീടാണെന്ന് ഓർമ്മിക്കുമ്പോഴും ആ മണിയടിയുടെ ആ ശബ്ദം തീർന്നിട്ടില്ല. അത് കുറച്ച് കഴിഞ്ഞാണ് എത്തിയിരുന്നത്. അത് ശക്തിമായിട്ടുള്ള ഒരു മണിയടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് മറ്റേ അടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്ന വീട്, പുതിയ വീട്. അവിടെ ചെന്നപ്പോൾ അവരെല്ലാം എന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ സാറിന് എന്തൊക്കെ അനുഭവം ഉണ്ടായി? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തട്ട് കേട്ടു ഡോറിൽ, പിന്നെ ചെവിയിൽ ഇങ്ങനെ ഒരു മണിയടിയും കേട്ടതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ സാധാരണ പറയാറുള്ള ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മാറ്റാൻ വേണ്ടി. അങ്ങനെ അത് മാറിയോ? അത് മാറിക്കാണുമെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ എന്താ അത് മാറാനുള്ള എന്താ പറഞ്ഞു കൊടുത്തത്? അല്ല, ഇത് ഫർണിച്ചറൊക്കെ മാറ്റിയിടുക. അത് എന്താ അത് പറയുന്നത്? ഞാൻ രണ്ടാമത്തെ തൊട്ട് അത് കേൾക്കുന്നുണ്ട്. ചോദിക്കുക ഈ ഫർണിച്ചർ മാറ്റിയിടുന്നതുകൊണ്ട് എന്താ അവിടെ ഉണ്ടാകുന്നത്? അതായത് ഇവർ പറയാത്ത ഒരു രഹസ്യമുണ്ട്. അവിടെ ഒരു ജോലിക്കാരി ആത്മഹത്യ ചെയ്തു. അത് ഇവരെന്നോട് പറയുന്നില്ല. ഇവർ ഈ വീട് കെട്ടിയതിന് ശേഷം ഞാൻ പിന്നെ വേറെ അന്വേഷിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. ഒരു ജോലിക്കാരി ആത്മഹത്യ ചെയ്തു. അപ്പം അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു ദുരന്ത സംഭവത്തിൻ്റെ ഒരു മാറ്റലിയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ വേലക്കാരി മണ്ണെണ്ണ ഒഴിച്ച് അപ്പോൾ പ്രത്യേകിച്ച് ആ പോർഷൻ എല്ലാം റീപെയിൻറ്റ് ചെയ്യുക. റീപെയിൻറ്റ് ചെയ്താൽ മതി. അത് റീപെയിൻറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നില്ല. അല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ മനസ്സാണ്. ഏറ്റവും ഹോണ്ടഡായിട്ടുള്ള ഒരു സ്ഥലം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അവിടെ ഇതുപോലെ ഭയങ്കര പ്രശ്നമായിട്ട് ആരും താമസിക്കാതെ അവസാനം അതൊരു നഴ്സറി സ്കൂളായിട്ട് മാറ്റി. പകൽ മാത്രം കുട്ടികൾ വന്ന് പഠിക്കുന്നു. ആ കുട്ടികൾ കുറച്ച് ദിവസം വന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ ആ ഇതങ്ങ് മാറി, കംപ്ലീറ്റ് മാറി. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതും പ്രധാനമാണ്. പിന്നെ ഇപ്പോൾ ഒരു മന്ത്രവാദത്തിൽ വിശ്വാസമുള്ളവർ
ആരെയെങ്കിലും വിളിച്ച് മന്ത്രവാദം ചെയ്യും. എന്ന് വെച്ചാൽ ഗണപതി ഹോമം, സുദർശന ഹോമം ഇതൊക്കെ അങ്ങ് ചെയ്യും. അപ്പോൾ ഈ ഹോമമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾക്കൊരു വിശ്വാസം വരും, ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ അങ്ങ് മാറിപ്പോയെന്ന് വരാം. അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു അച്ഛനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. അപ്പം ഞാൻ തന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇവർക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും മതപരമായ ആചാരങ്ങളിൽ. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള അച്ഛന്മാരും എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരച്ഛനെ അവർക്ക് വലിയ വിശ്വാസമാണ്. അപ്പോൾ ആ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പറയും. ഈ അച്ഛന്മാർക്ക് ചില ഈ വെള്ളം തെളിക്കുക, ഹോളി വാട്ടർ, അങ്ങനെ അതൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് മാറും. അല്ല, ഇത് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിലാണ് മാറ്റം വരേണ്ടത്. അപ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. ഓക്കെ, താങ്ക് യു സർ.